കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ജനപ്രിയതയുടെ പുതിയ അധ്യായം രചിച്ച ജനനായകൻ ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് 3 ആണ്ട് തികയുകയാണ്. ജനങ്ങൾക്കിടയിൽ ജീവിക്കുകയും ജനങ്ങൾക്കു വേണ്ടി ശ്വസിക്കുകയും ചെയ്ത ഒരു പകരക്കാരനില്ലാത്ത ഭരണാധികാരി. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നെടും തൂണായിരുന്നു ഉമ്മൻചാണ്ടി. കെ കരുണാകരനും എ ആന്റണിക്കുമൊപ്പം കേരളത്തിൽ കോൺഗ്രസിനെ ജനകീയ അടിത്തറയുള്ള പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഉമ്മൻചാണ്ടി വഹിച്ച പങ്ക് ചെറുതല്ല. പ്രവർത്തകർക്ക് അദ്ദേഹം കേവലം ഒരു നേതാവായിരുന്നില്ല, ഏതു പാതിരാത്രിയിലും വിളിപ്പുറത്തുള്ള ഒരു അത്താണിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നികത്താനാവാത്ത വലിയൊരു ശൂന്യതയായി തന്നെ അവശേഷിക്കുന്നു. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവയ്ക്ക് അടിയന്തരമായി പരിഹാരം കാണാനും സദാ ശ്രമിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ അഭാവം കേരള രാഷ്ട്രീയത്തിലും കോൺഗ്രസ് പ്രസ്ഥാനത്തിലുമുണ്ടാക്കിയ ശൂന്യത ചെറുതല്ല. ആൾക്കൂട്ടമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഊർജം. സങ്കടങ്ങളുമായി കടന്നു വരുന്നവർക്ക് മുന്നിൽ ആ വാതിൽ എപ്പോഴും തുറന്നു കിടന്നു. ചെവിയരികത്ത് ചെന്ന് വിഷമം പങ്കുവെക്കാൻ ഒരാളുണ്ടെന്ന തോന്നലാണ് ഉമ്മൻചാണ്ടിയെ കേരളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കളിൽ ഒരാളാക്കി മാറ്റിയത്. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ് ജനസമ്പർക്കം നിർത്തിയിട്ട് ഇന്നേക്ക് 3 വർഷമായിരിക്കുന്നു. അയഞ്ഞ ഖദർ ഷർട്ട്, ചീകിയൊതുക്കാതെ അലക്ഷ്യമായിട്ട മുടി, സൗമ്യമായ ഭാവം, ഹൃദയം തണുപ്പിക്കുന്ന ആ പുഞ്ചിരിയിൽ നിറയെ സ്നേഹമായിരുന്നു. ശാരീരികമായ രോഗാവസ്ഥയിലും തന്നെ കാണാനെത്തിയവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ ഉമ്മൻചാണ്ടി കാതോർത്തു. ആൾക്കൂട്ടത്തെ അടയാളമാക്കി സഞ്ചരിച്ച 5 പതിറ്റാണ്ടിനിടെ ഉമ്മൻചാണ്ടിയെ തേടിയെത്തിയത് ആരും മോഹിക്കുന്ന സുപ്രധാന അധികാര സ്ഥാനങ്ങൾ. UDF കൺവീനർ, ആഭ്യന്തര ധനകാര്യ വകുപ്പ് മന്ത്രിസ്ഥാനങ്ങൾ, പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം, അതിനുമപ്പുറം കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രിയായി 2 തവണ. അകമ്പടിക്കാരെയും ബാരിക്കേഡുകളെയും ജനകീയത കൊണ്ട് മറികടന്ന മനസാക്ഷി മാനദണ്ഡമാക്കിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ജനസമ്പർക്ക പരിപാടികളിലൂടെ കനിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിച്ച ജനനായകൻ വിടവാങ്ങിയപ്പോൾ ആ വിലാപയാത്രയിൽ അണിചേർന്നത് 10,000. പുതുപ്പള്ളി സെൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്ന കുടീരത്തിൽ സങ്കടങ്ങൾ പറയാൻ ഇന്നും സാധാരണക്കാരെത്തുന്നു. മരിച്ചാലും ആ മനുഷ്യൻ തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കുമെന്നും പരിഹാരം കാണുമെന്നുമുള്ള ആ വിശ്വാസം അവർക്കുണ്ടെങ്കിൽ സംശയിക്കേണ്ട, ആ മനുഷ്യൻ സത്യമായും നീതിമാനായിരുന്നു. ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്സും ഇന്റീരിയർ വർക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലാർ കിച്ചണും ഇന്റീരിയർ വർക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.